മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തീരുമാനത്തോടു കൂടിയ അനുതാപം. അനുതാപം പ്ലസ് തീരുമാനമാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ടാൽ മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തരും. അവൻ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫലമുണ്ട്. അല്ലാതെ ദൈവസന്നിധിയിൽ പോയോ അല്ലെങ്കിൽ ഉപവസിച്ചിട്ടോ എത്ര തലമുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടോ കർത്താവേ ക്ഷമിക്കണേ ഒരു രക്ഷയില്ല. കാരണം എന്താ? ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നില്ല. യഥാർത്ഥമായ മാനസാന്തരത്തിന് പുറമെ ഒരു ഫലം കാണും. ഞാൻ തെറ്റിപ്പോയി, ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, അത് പറയാൻ ധൈര്യം കാണും. കാരണം ഞാൻ മാനസാന്തരപ്പെടുന്ന മനുഷ്യനോടല്ല, ദൈവസന്നിധിയില്ല. മാനസാന്തരമാണ് ആ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മളെ തിരിച്ചു നടത്തുന്നത്. സൗമ്യത കൊണ്ട് ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ ധൈര്യം കാണും. അത് കാണാനാണ് ദൈവം നിൽക്കുന്നത്. വീണ്ടും അവസരം തരാൻ. അല്ലാതെ ദൈവം തന്നാലോ അപവാദിയായ പിശാച് പറയും, ഞാൻ എന്നാ കുറ്റം കാണിച്ചിട്ടാ എന്നെ തള്ളിക്കളഞ്ഞു. അവരെ സ്വർഗീയ സ്ഥലത്തിരുത്തി. അത്രയല്ലേ ഞാനും പറഞ്ഞു, ദൈവത്തിന് ഞാൻ സമമാകും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചതാ. പക്ഷെ ദൈവം അവർക്ക് കൊടുത്തല്ലോ അത് അപവാദത്തിന്. അതുകൊണ്ട് ദൈവം നീതിമാനും വിശ്വസ്തനാണ്.